Watch full episodes on Jio Hotstar. ഇതെന്താണ് ജനക്കൂട്ടം മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇവരെല്ലാം എന്നെ തല്ലാൻ വരുവാണോ? എന്റെ സാറേ, സാർ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ആദ്യം അവരോട് കാര്യം എന്താന്ന് ചോദിക്കാം. എന്തിനാ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും? ഒന്ന് സമാധാനിക്കേ. സാറേ, 2 ദിവസമായി ഞങ്ങളുടെ ഫോണും വർക്ക് ചെയ്യുന്നില്ല, ടിവിയും വർക്ക് ചെയ്യുന്നില്ല, കൂടാതെ നെറ്റും ഇല്ല. ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് കാര്യം എന്താണെന്നറിയില്ല. ഇതെന്താ ഇങ്ങനെ ഓഫ് ആവുന്നേ? ഇന്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു സാധനം ചെയ്യാൻ പറ്റുന്നില്ല. സൈലൻസ് പ്ലീസ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഈ സാറ്റലൈറ്റിൽ ഒരു എസ്ട്രോയിഡ് വന്ന് മുട്ടിയത് കൊണ്ടാണ് കേട്ടോ. എസ്ട്രോയുടെ കഷ്ണങ്ങൾ മുഴുവനും ആ സാറ്റലൈറ്റിന് മുന്നിൽ കുന്നുകൂടി കിടക്കുകയാണ്. അതുകൊണ്ടാണ് സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നൽ കിട്ടാനായിട്ട് ഇത്ര ബുദ്ധിമുട്ട്. എനിക്ക് അത്രേ അറിയൂ. മനസ്സിലായോ? സാറ് പറയുന്നത് സത്യമാ. നോ കമ്മ്യൂണിക്കേഷന്റെ അർത്ഥം എന്താന്ന് വെച്ചാലേ ആരോടും സഹായം ചോദിക്കാനാവില്ല. പക്ഷേ നമ്മുടെ സാറ്റലൈറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവുമെന്ന് ഉറപ്പുണ്ട്. കാരണം നമ്മുടെ ശിവയും കൂട്ടുകാരും ചേർന്ന് ആകാശത്ത് പോയിരിക്കുക ആസ്ട്രോയിഡ് കഷ്ണങ്ങളെ മാറ്റാൻ. അങ്ങോട്ട് നോക്കിയേ, ആ സാറ്റലൈറ്റിന്റെ മുമ്പിൽ കണ്ടില്ലേ, ചവറുകൾ കുന്നുകൂടി കിടക്കുവാണ്. അതെല്ലാം നമുക്ക് അവിടെ ചെന്ന് സ്പേസ് ഷിപ്പ് മുഖേന വലിച്ചെടുത്ത് നമ്മുടെ സ്പേസ് ഷിപ്പിൽ തന്നെ വെക്കണം. എന്നാലേ സാറ്റലൈറ്റ് സിഗ്നൽ പ്രവർത്തിക്കുകയുള്ളൂ. Satellite clear. എല്ലാം തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും ടിവി കാണാമല്ലോ. നീ ആ സാറ്റലൈറ്റ് കൊണ്ട് വേറെയും കാര്യങ്ങളുണ്ടെന്ന കാര്യം മറന്നു. ഈ സാറ്റലൈറ്റ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ, നേവിഗേഷൻ കൂടാതെ കാലാവസ്ഥയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു. കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, ഇത്രയും വലിയ വാക്കുകളോട് എനിക്ക് ഒരു രസവും ഇല്ല. പക്ഷേ ടെലിവിഷൻ, അതില് കുറെ കാർട്ടൂൺ കാണാമല്ലോ. ശിവ, എല്ലാം പഴയതുപോലെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. വേദ സിറ്റിയിൽ നിലച്ചുപോയ പല കാര്യങ്ങളും വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിയാ, നിങ്ങൾ എല്ലാവരും നല്ലതുപോലെ ജോലി ചെയ്തു. രാവിലെ മമ്മി എന്നെ കൊണ്ട് മുറി ക്ലീൻ ചെയ്യിപ്പിച്ചു. ഇപ്പൊ സാറ്റലൈറ്റ് ക്ലീൻ ചെയ്യാനും വന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവനും ക്ലീൻ ചെയ്യാൻ തന്നെ പോയി. ഒരേ സമയത്ത് തന്നെ എല്ലാ കൺട്രോൾസും നിന്നുപോയല്ലോ. അതെങ്ങനെ? നിങ്ങളെല്ലാവരും നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ടൈറ്റ് ആയിട്ട് കെട്ടിയിടൂ. നമ്മുടെ ഷിപ്പിന്റെ ബൂസ്റ്റർ ഡിസ്ട്രോയ് ആയി പോയിട്ടുണ്ട്. ഇവിടെ കുറെ ചവറുകളുണ്ടല്ലോ. ഇത് കണ്ടിട്ട് ഏതോ ഒരു ജംപ്യാർഡ് പോലെയുണ്ട്. ഇത്രയധികം ചവറുകൾ ആരായിരിക്കും ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുക? ഇത് മുഴുവനും സാറ്റലൈറ്റിന്റെയും സ്പേസ് സ്റ്റേഷന്റെയും ചവറുകൾ പോലെ തന്നെയുണ്ട്. ഇവിടെ നിന്ന് ഒരു ബൂസ്റ്റർ നമുക്ക് കിട്ടിയാൽ വളരെ ഉപകാരമായേനെ. ഇത് ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂ. ഇത് കണ്ടോ, ഇവിടെയുള്ള ചവറൊക്കെ ആരോ കൃത്യമായി വെച്ചിരിക്കുന്നു. അടിപൊളി. ഇത് കൊണ്ടുപോയി നമ്മുടെ ബൂസ്റ്റർ ശരിയാക്കിയാൽ വളരെ നന്നായിനെ.
ചവറുകളൊക്കെ ഭയങ്കര അപകടമുള്ളതാ. ഇത്രയും ഭാരമുള്ള മെറ്റീരിയൽ നമ്മൾ എങ്ങനെയാ സ്പേസ്ഷിപ്പിന്റെ അടുത്തേക്ക് എത്തിക്കാ പറ? എനിക്കറിയാം ദേവ. സർക്കസിലെ ഈ ജോക്കർ ശിവ 1 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ സാധിക്കും കേട്ടോ. ശിവ, നീ ജോക്കറല്ല, ശരിക്കൊരു ജീനിയസ് തന്നെ. എത്ര പെട്ടെന്ന് ഓരോ കാര്യങ്ങളും നീ ശരിയാക്കി എടുക്കുന്നത്. ഈ റോബോട്ട് നല്ല അടിപൊളിയാ. ഇതിന് ആരാ എങ്ങനെ കളഞ്ഞേ? ശിവ, നമുക്ക് ഈ റോബോട്ടിനെ തീർച്ചയായിട്ടും ഇവിടുന്ന് കൊണ്ടുപോകാം. എനിക്ക് ഈ റോബോട്ട് വേണം ശിവ. പ്ലീസ് പ്ലീസ് പ്ലീസ്. കണ്ടോ, ഇത് കാണാൻ എത്ര ഭംഗിയാ. എന്നെ രക്ഷിക്കൂ. ഇത് ഞാനിപ്പോ ശരിയാക്കി തരാം. വേഗം ഒരു കൂട്ടുകാരെ, യുഡിയുടെ ആ കൂൾ റോബോട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് എല്ലാം പെട്ടെന്ന് ശരിയാക്കണം. ക്ഷമിക്കണം കൂട്ടുകാരാ, എന്തായാലും തൽക്കാലം ഞങ്ങളുടെ വഴിയിൽ നിന്ന് നീ മാറിയേ പറ്റൂ. ബൈ ബൈ. ലെറ്റ്സ് ഗോ. തിരിച്ചു വരാൻ പോകുന്നു. എന്തെങ്കിലും ചെയ്യ് ശിവ. ബൂസ്റ്റർ ഒക്കെ ഫിക്സ് ആയി, പക്ഷെ ഇതിന്റെ എനർജി കുറവാ. നമ്മളെ ഭൂമിയിൽ എത്തിക്കുന്നത് വരെ ഇതിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ദേവാ, നീ വേഗം സിസ്റ്റം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യ്. ഒരുപാട് താമസിച്ചു പോയി. ആ റോബോട്ട് ഇപ്പൊ തന്നെ സ്പേസ്ഷിപ്പിനെ പിടിക്കും. ഈ റോബോട്ടിന്റെ വൈബ്രേഷൻ കാരണം ഇവിടെയുള്ള ചവറുകളും മുഴുവനും തെറിച്ച് നമ്മുടെ സ്പേസ്ഷിപ്പിൽ വീഴുന്ന തോന്നണേ. അങ്ങനെയായാൽ നമ്മൾ കുടുങ്ങി പോകും ഇവിടെ തന്നെ. എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. ആ റോബോട്ട് നമ്മുടെ സ്പേസ്ഷിപ്പ് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. നീ ഒരുപാട് തവണ ഞങ്ങളെ തടയാൻ ശ്രമിച്ചതാണല്ലോ. ഞാനും നിന്നെ കുറെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. എന്തിനാ പിന്നെ വീണ്ടും ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്? നീ ആരാണെന്ന് പറ. ഒരു മിനിറ്റ്, എന്റെ ട്രാൻസ്ലേറ്റർ നീ പറയുന്ന ഭാഷ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കും. എന്റെ പേര് ജംകാറ്റ് എന്നാണ്. സ്പേസ് വൃത്തിയാക്കലാണ് എന്റെ ജോലി. അന്തരീക്ഷത്തിലുള്ള എല്ലാ വസ്തുക്കളും ഇവിടെയാണ് വരുന്നത്. ഞാൻ വിചാരിച്ചു നീ കള്ളനാണെന്ന്, ബൂസ്റ്റ് എടുക്കാൻ വന്നാണെന്ന് വിചാരിച്ചു. പക്ഷേ നീ ബൂസ്റ്റർ സ്പേസ്ഷിപ്പിലിട്ടു. നിന്റെ സ്പേസ്ഷിപ്പ് നീ ശരിയാക്കി. നീ ഒരു കള്ളനല്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിച്ചത്. ഓ, അപ്പോ ഇങ്ങനെയാണ് എല്ലാ ചവറുകളും ഇവിടെ കൂട്ടി നീ വളരെ സൂക്ഷിക്കുന്നത്. ഒരു കാര്യമുണ്ട് കേട്ടോ, വളരെ നന്ദിയുണ്ട്. അതായത് ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് കിട്ടിയ ചവറ് ഇവിടെ സൂക്ഷിക്കാനായിട്ട് സമ്മതിച്ചതില്. കേട്ടോ റോബോട്ട്? കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ ഈ റോബോട്ട് വളരെ നല്ലതാണെന്ന്.
ഞങ്ങളും ഒരുപാട് ചവറുകൾ ഇങ്ങനെ വിതറിയിടാതായിട്ട് ആകെയായിട്ട് ശ്രമിക്കാം. അതുകൂടാതെ ഭൂമിയിലെ ചവറ് വൃത്തിയാക്കുന്നത് പോലെ സ്പേസിലെ കച്ചറകളും വൃത്തിയാക്കും. Watch India's largest kids library only on Jio Hotstar. Download the app now.